ഹലോ കൂട്ടുകാരെ, ജാസ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ടും ബീൻസും വെച്ചൊരു തോരനാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ഈ ബീട്രൂട്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ്, കഴുകി വൃത്തിയാക്കി വെച്ച്. അപ്പോൾ അതൊന്ന് വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം പിന്നെ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ അതൊന്ന് ചതുരത്തിൽ ചെറുതായി അരിഞ്ഞെടുക്കുക. പിന്നെ ബീൻസും അതേപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. അതിൻ്റെ ബീൻസിൻ്റെ ആ കടയിലും അപ്പുറമുള്ള ഞെട്ടുകളൊക്കെ കളഞ്ഞതിന് ശേഷം വൃത്തിയാക്കി വെച്ചതാണിത്. അപ്പോൾ അതും ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിതൊക്കെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ബീട്രൂട്ടും ബീൻസും അതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 3 എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മളിതൊരു ചെറിയ കുഞ്ഞുരുളിയിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ എല്ലാം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. പിന്നെ അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി ഒന്ന് ഗോൾഡൻ കളറായി വരട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ ഇങ്ങനെ ചെറുതായി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. മുഴുവനും ഗോൾഡൻ കളർ വന്ന് കണ്ട നമ്മൾ. അപ്പോൾ നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ തേങ്ങ ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ആയിരുന്നു ഞാൻ. അത് നന്നായി ഒന്ന് ചെറുതായി മുരിഞ്ഞു വരുന്നത് പോലെ ഒന്ന് വറുത്ത് കൊടുക്കാം നമുക്ക്. എന്നാലാണ് ഈ തോരന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ചൊന്ന് ആയിക്കോട്ടെ തേങ്ങ. അങ്ങനെ നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീട്രൂട്ടും ബീൻസും ചേർത്ത് കൊടുക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂട്ടുകാർ എന്നോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ഇട്ട് പറയുക കൂടി ചെയ്യണേ. നല്ലതാണെങ്കിൽ നല്ലത്, ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്നൊക്കെ.